ഹലോ, അടിപൊളിയായിട്ടുള്ള ഒരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ചോറ് വെക്കുന്ന അരി കേട്ടോ, നല്ല വേവ് കൂടുതലുള്ള അരി വേണം ഇതിനെടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു പാത്രത്തിൽ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്, ഒരളവ് പാത്രമാണ് കേട്ടോ അത്. ഇനി കുറച്ച് തേങ്ങ കൂടി ചുരവിയതും അതുപോലെ ചെറിയുള്ളി അരിഞ്ഞതും. തേങ്ങയും ചെറിയുള്ളിയൊക്കെ എത്രത്തോളം ഇടുന്ന അത്രയും നന്നായിരിക്കും കേട്ടോ. പിന്നെ ഉലുവ, ഇത്ര ഐറ്റമാണ് നമുക്ക് ആവശ്യമായത്. അപ്പം ഞാനിതാ ഈ അളവ് പാത്രത്തിലാണ് എടുത്തിരിക്കുന്ന ഒരു പാത്രം അരിക്ക് 2.5 പാത്രം വെള്ളം, അതാണ് അതിൻ്റെ കണക്ക് കേട്ടോ. അളവൊക്കെ കറക്റ്റ് ആയിരിക്കണേ. ഞാനിവിടെ 3 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം ഇതാ ഈ അരി ഒരു പാത്രത്തിലോട്ട് അങ്ങ് കൊട്ടുകയാണ് കേട്ടോ. ഇതാ ആ പാത്രത്തിലോട്ട് അങ്ങ് കൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ ഇട്ടു. ഇനി നന്നായിട്ട് അതങ്ങ് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. നല്ല രീതിക്ക് അങ്ങ് കഴുകണം കേട്ടോ. ശേഷം അതിൽ അരിഞ്ഞ് വെച്ച ചെറിയുള്ളിയും തേങ്ങയും കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കണം. ഇപ്പോൾ ബിരിയാണിയും കുഴിമന്തിയൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. പണ്ടൊക്കെ കല്യാണങ്ങൾക്ക് ഈ തേങ്ങാച്ചോറും കുമ്പളങ്ങ കറിയാണെന്ന് ഉമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ കൊടുക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി 3 പാത്രം വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. ഇവിടെ വേവ് കുറച്ച് കൂടുതൽ ആവശ്യമാണ് കേട്ടോ, ഉമ്മയും ഉപ്പയൊക്കെ ഉള്ളത് കാരണം, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊക്കെ 2.5 പാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്താ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കുക, ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് അങ്ങ് വേവിച്ചെടുക്കാം. കുക്കറിൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലും ഇട്ടാൽ മതി. ഓക്കെ, നമ്മുടെ ഇതാ തേങ്ങാച്ചോറ് ഇവിടെ റെഡിയായി സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക. ഓക്കെ, ഇതാ തേങ്ങാച്ചോറിൻ്റെ ഫൈനൽ ലുക്ക്. ഓക്കെ, ഞാനിവിടെ ചിക്കൻ കറിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബീഫ് കറിയാണെങ്കിൽ ഒന്നുകൂടെ പൊളിക്കും. നല്ലൊരു അച്ചാറും പപ്പടം പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമ്മുടെ തേങ്ങാച്ചോറ് സൂപ്പറാക്കി അങ്ങ് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളിൽ ഒരാളായ ഞാൻ. ഓക്കെ, ബൈ.